ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വിഷു സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടായിട്ടാണ് കേട്ടോ. അപ്പം ഇതാണ്, ഈ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തത്. ഇത് അന്ന് എന്താ പറയുക, ക്രിസ്മസ് ബോട്ടിൽ ആർട്ട് ചെയ്ത ബോട്ടിലാണ്. അപ്പം അത് കഴുകിയിട്ട് വിഷു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഞാൻ ഇത് താഴത്തെ ഭാഗമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ലീഫ് പോലെ, അതായത് കണിക്കൊന്ന ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ലീഫ് പോലെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഗ്രീൻ കളർ കൊണ്ട് ഇത് ഞാൻ ഫാബ്രിക് കളർ കൊണ്ടാണ് ചെയ്തത്. ഇപ്പോൾ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ യെല്ലോ കളർ തന്നെ എടുത്തിട്ട് ഞാൻ കണിക്കൊന്നേൻ്റെ അതായത് കണിക്കൊന്നയാക്കിയിട്ട് പൂവാക്കിയിട്ട് ഞാനിതിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ശരിക്കും വിഷുവിൻ്റെ തലേന്നാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യുകയാണ്. കാരണം എന്തായിരുന്നാലും വേഗം ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കണിക്കൊന്നേൻ്റെ ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. കുറേ കണിക്കൊന്ന പോലെ ഇങ്ങനെ ഞാൻ വരച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എന്താ പറയുക, ഇതുവരെ ചെയ്തതിലൊക്കെ എനിക്ക് കുറച്ചെങ്കിലും ഒരു ഇഷ്ടമായിട്ട് തോന്നിയൊരു വർക്കാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ചെറുങ്ങനെ ഇഷ്ടം വന്നു കേട്ടോ അതിൽ. ഓക്കെ, ആകെ ചെറിയൊരു ബ്രഷേ ഉള്ളൂ എൻ്റെ അടുത്ത്. 2 ബ്രഷ് ഉണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ ആ ചെറുതിനെ കൊണ്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഫുള്ളും മരം വരച്ചത്, അല്ലെങ്കിൽ ആ ഒരു ചെടി തണ്ട് വരച്ചതിന് ഫുള്ളും ഞാനിത് യെല്ലോ കളർ വെച്ചിട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ കാണുമ്പം തന്നെ ഒരു രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കണിക്കൊന്ന പോലെയൊന്നും ഇല്ലെങ്കിലും ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ യെല്ലോവും റെഡും കൂടി മിക്സ് ആക്കി ഒരു ഓറഞ്ച് കളർ ആക്കിയിട്ട് അതും കൂടി ഇങ്ങനെ ഹാപ്പി വിഷു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി വിഷു ഇത് കുറച്ച് വലുതായി, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.